ഹായ് ഓൾ, വെൽക്കം ടു വിന്നസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന സെന്റൻസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാട്ടോ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഒന്ന് ചോദിക്കുക, താങ്കൾ എന്നെ അറിയുമോ? നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ ഇത്. താങ്കൾ എന്നെ അറിയുമോ? എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ അറിയുക എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ജാന്ന. ഓക്കെ, അപ്പോ ക്യാ ആപ് മുझे जानते हो? ഇവിടെ जानते हो അല്ലെങ്കിൽ जानते हैं എന്നും ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്യാ ആപ് മുझे जानते हो? താങ്കൾ എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നതാ. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് താങ്കളെ അറിയാം, എനിക്ക് താങ്കളെ അറിയാം. എങ്ങനെ പറയും? मैं आपको जानता हूं അല്ലെങ്കിൽ जानती हूं. സ്ത്രീയാണോ പറയുന്നത് അല്ലെങ്കിൽ പുരുഷനാണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് ഇവിടെ जानता जानती വരുന്നത്. അറിയാലോ, പുരുഷനാണെങ്കിൽ ആ സൗണ്ട് जानता, സ്ത്രീ ആണെങ്കിൽ जानती ഈ സൗണ്ട്. ഓക്കെ, അപ്പൊ मैं आपको जानता हूं, എനിക്ക് താങ്കളെ അറിയാം എന്ന് പറയുന്ന. അപ്പൊ ചിലപ്പോ ചോദിക്കാം അല്ലെ, താങ്കൾക്ക് എന്നെ എങ്ങനെ അറിയാം? താങ്കൾക്ക് എന്നെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കാനായിട്ട് കേട്ടോ. ഇവിടെ എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് കേസെ. ആപ് മുझे कैसे जानते हो? आप मुझे कैसे जानते हो അല്ലെങ്കിൽ जानते हैं. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ഹേ ആണ് നമ്മൾ ഗ്രാമർ പ്രകാരം कैसे जानते हैं എന്നുള്ളതാണ് ചോദിക്കുക. പക്ഷെ സംസാരത്തിൽ കൂടുതലും ഹോ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് आप मुझे कैसे जानते हो എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? താങ്കൾ എന്നെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ ആള് പറയാണ്, എനിക്ക് തോന്നുന്നു ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയത്തില്ലേ. അവിടെ എനിക്ക് തോന്നുന്നു, നമുക്ക് പല രീതിയിലുള്ള തോന്നലുകൾ ഉണ്ടാവും അല്ലെ. അവിടെ എല്ലാം എനിക്ക് തോന്നുന്നു എന്ന് പറയാനായിട്ട് മുझे लगता है എന്നാ പറയാം. ആ സെന്റൻസ് അങ്ങനെ പറയാം. എനിക്ക് തോന്നുന്നു മഴ ഇപ്പൊ പെയ്യുമെന്ന്, അല്ലെങ്കിൽ അവനിപ്പോ വരുമെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലയോ. അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് മുझे लगता है. മുझे लगता है, ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്, ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. मैंने आपको कहीं तो देखा है, ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതാ. मैंने आपको कहीं तो എവിടെയോ, എവിടെയോ നമുക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ कहीं तो എന്ന് പറയുന്നത്. ഓക്കെ, मैंने आपको कहीं तो देखा है, ഞാൻ താങ്കളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പിന്നെ പറയാണ് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നില്ല എങ്ങനെ പറയാ? യാദ് നെഹി ആരെന്ന് പറയാ കേട്ടോ. യാദിനെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയാന്ന് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ മെമ്പേഴ്സ് ഓൺലിയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം. പല പല ക്ലാസ്സുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പുതിയ ആളുകൾ മാത്രമേ വിചാരിക്കത്തുള്ളൂ ഇതെന്താ പഠിപ്പിക്കാണ്ട് എങ്ങനെയാ പറയാന്ന് ചോദിക്കുന്നത് അല്ലെ. അത്രേ ഉള്ളൂ. അപ്പൊ പുതിയ ആളുകളും ഇതുപോലെ പഠിച്ചു വന്നോളും കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറയാ? യാദ് നെഹി ആരെ. യാദ് നെഹി ആരെ, യാദ് എന്ന് പറഞ്ഞ ഓർമ്മ, യാദ് നെഹി ആരെ എന്ന് പറഞ്ഞ എന്താ? ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്ന. അപ്പൊ മറ്റേ ആള് പറയാ എനിക്കും ഓർമ്മ വരുന്നില്ല. എനിക്കും അറിയണില്ല അല്ലെ, നമുക്കും അറിയില്ല എവിടെയാണ് ആളെ കണ്ടിരിക്കുന്നതെന്ന് എന്ന് പറയാനായിട്ട് കേട്ടോ. മുജേബി യാദ് നെഹി ആരെ, എനിക്കും ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നതാ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എന്തിനാ വന്നത്? നമ്മൾ ചോദിക്കത്തില്ല എന്താ ഇവിടെ എന്ന് ചോദിക്കില്ലേ, അതാണ് കേട്ടോ. ഇവിടെ എന്തിനാണ് വന്നത്? യഹാ കിസ്ലിയെ ആയേ ഹോ. യഹാ കിസ്ലിയെ, എന്തിന്, എന്തുകൊണ്ട് എന്നുള്ളൊക്കെ അർത്ഥം വരുന്ന കേട്ടോ. കിസ്ലിയെ ആയേ ഹോ, ഇവിടെ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആള് പറയാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. എത്ര പേര് പറയാറുണ്ട് ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ എന്ന് പറയത്തില്ലയോ. അപ്പൊ അത് പറയാനായിട്ട് മേരെ एक दोस्त से मिलने आया हूं എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ മേരെ ഒരു സുഹൃത്തിനെ, ഏക്ക് ദോസ്ത് സെ മിൽനെ, ഇവിടെ മിൽന എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാട്ടോ മിൽന. ഓക്കെ, മേരെ एक दोस्त से मिलने आया हूं, മേരെ एक दोस्त से मिलने आया हूं. അപ്പൊ പറയാണ്, എന്നാ ശരി പോട്ടെ എന്ന് പറയും അല്ലെ. എന്നാ ശരി, ठीक है फिर चलता हूं, ठीक है फिर चलता हूं എന്ന് പറഞ്ഞ എന്നാ ശരി പോട്ടെ എന്നുള്ള ആ അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ठीक है फिर चलता हूं. ഇനിയിപ്പോ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളോട് കൂടെയുള്ള ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെ അറിയാം? തുമേ കേസെ പത്താ. കേസെ പത്ത അല്ലെങ്കിൽ കേസെ മാലും എന്നൊക്കെ പറയുന്നത് അറിയാം എന്നുള്ള അർത്ഥത്തിലാട്ടോ. തുമേ കേസെ പത്താ ഹേ, നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്നതാ. അതല്ലെങ്കിൽ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുക, ക്യാ തുമേ പത്താ ഹേ അല്ലെങ്കിൽ തുമേ പത്താ ഹേ ക്യാ. ക്യാ എന്ന് പറയുന്ന വേർഡ് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ഫ്രണ്ടിലോ ലാസ്റ്റ് വയ്ക്കാം കേട്ടോ.
ക്യാ തുമേ പത്താ ഹേ, നിനക്ക് അറിയുമോ? അപ്പൊ എനിക്ക് അറിയില്ല എന്നാണ് പറയണെങ്കിലോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കേട്ടോ. ഈ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണ്ട. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു കുറെ സെന്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സിറ്റുവേഷൻ പോലെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, എനിക്ക് അറിയില്ല എന്നാണ് പറയണെങ്കിൽ മുझे नहीं पता. പല സിറ്റുവേഷൻ അല്ലേ, നിനക്കിത് അറിയോ, നിനക്കിത് ചെയ്യാൻ അറിയോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയല്ലേ എനിക്ക് അറിയില്ല എന്നാണ് നമുക്ക് പറയേണ്ടി വരണമെങ്കിൽ അവിടെ പറയേണ്ട സെന്റൻസ് മുझे नहीं पता അല്ലെങ്കിൽ മുझे नहीं मालूम, എനിക്ക് അറിയില്ല എന്ന് പറയുന്നതാ. ഓക്കെ, ഇനിയിപ്പോ എനിക്കിത് ചെയ്യാൻ അറിയില്ല, ഇവിടെ നമുക്ക് മുझे ये करना नहीं आता എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആത്താന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മുझे ये करना नहीं आता, മുझे ये करना नहीं आता, ഇതെനിക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ചോദിക്കത്തില്ലയോ? ഏ അവിടെ എങ്ങനെ, കേസേ, ഏ കേസേ കർണാ ഹെ, ഏ കേസേ കർണാ ഹെ, ഇത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുന്ന. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ, ഇങ്ങനെ ചെയ്യട്ടെ, ऐसा करो, क्या ऐसा करो, क्या ऐसा करो, ഇങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതാ. ഓക്കെ, അതല്ലെങ്കിൽ നീ ഇതെങ്ങനെ ചെയ്തത് എങ്ങനെ ചോദിക്കുക? നീ ഇതെങ്ങനെ ചെയ്തത്? ये तुमने कैसे किया है, ये तुमने कैसे किया है, ഇത് നീ എങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പല രീതിയിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം അല്ലെ. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സിറ്റുവേഷനിൽ പല ക്വസ്റ്റ്യൻസ് വരാം. അതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബസ് എന്ന് പറയുന്നത് എന്താണ്? മതി എന്ന് പറയുന്നതാ. ഇപ്പൊ ഇത് മതി, ഇത് മതി എങ്ങനെയാ പറയാ? ഏ ബസ്, ഏ ബസ്, ഇത് മതി, ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന കേട്ടോ. ഏ ബസ് അല്ലെങ്കിൽ ഇത്രയും മതി, ഇത്രയും അല്ലെ. അവിടെ ഇത്രയും എന്ന് പറയാനായിട്ട് ഇത്തന എന്ന് പറയാം. ഇത്തന ബസ്, ഇത്രയും മതിയോ എന്ന് ചോദിക്കാനോ ഒരു ക്യാ കൂട്ടി പറഞ്ഞാൽ മതി. ഇത്തന ബസ് ഏക്കിയ, ഇത്തന ബസ് ഏക്കിയ, ക്യാ ഇത്തന ബസ് എന്നും ചോദിക്കാം. ക്യാ ഇത്തന ബസ്, ഇത്രയും മതിയോ? അതല്ലെങ്കിൽ ക്യാ ഏ ബസ്, ഇത് മതിയോ എന്ന് ചോദിക്കുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ ആ ബസ് എന്നുള്ള വേർഡ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അവിടെ വരെ, ഇവിടെ വരെ, അവിടെ മുതൽ ഇവിടെ വരെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് തക്ക് കേട്ടോ. തക്ക് എന്ന് പറഞ്ഞാൽ വരേന്നാണ്. ഇപ്പൊ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുന്നവരോട് പറയല്ലേ, ഇവിടെ വരെ ചെയ്യണം, അവിടെ വരെ ചെയ്യണം എന്നൊക്കെ പറയത്തില്ല. ഇവിടെ വരെ ചെയ്യണം, യഹാ തക് കർണാ ഹെ. അവിടെ വരെ ചെയ്യണം, വഹാ തക് കർണാ ഹെ. ഇവിടെ ഇവിടെ എന്ന് പറയാൻ ഇതർന്നും പറയാട്ടോ, ഇതർ തക് കർണാ ഹെ. അതല്ലെങ്കിൽ വഹാ തക്കിന് പകരം ഉദർ തക് കർണാ ഹെ. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ ഓഫീസ് വരെ പോകണം, ഓഫീസ് വരെ പോകണം, വരെ എന്ന് പറയാം കേട്ടോ. ഓഫീസ് തക് ജാനാ ഹെ, ഓഫീസ് തക് ജാനാ ഹെ, ഓഫീസ് വരെ പോകണം എന്ന് പറയുന്നതാ. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയാനായിട്ട്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ എങ്ങനെയാണ്? കശ്മീർ സെ കന്യാകുമാരി തക്, കശ്മീർ സെ കന്യാകുമാരി തക്. ഇവിടെ നമ്മൾ കശ്മീർ കണ്ടു, പിന്നെ ഇടയിൽ ഒരു സേ വന്നു, പിന്നെ കന്യാകുമാരി, പിന്നെ തക്ക്, ഇത്രേ പറഞ്ഞുള്ളൂ അല്ലെ. അവിടെ ആ സേ വരുന്നത് മുതൽ എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നല്ലോ? കശ്മീർ സേ, കശ്മീർ മുതൽ, കന്യാകുമാരി തക്ക്, കന്യാകുമാരി വരെ എന്ന് പറയുന്നതാ. അപ്പൊ ഈ സേക്ക് മുതൽ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഒത്തിരി അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ് ഈ സേ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഗ്രാമറാണ്, പക്ഷെ ഒത്തിരി ഒരുപാട് സെന്റൻസുകൾ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലോങ് വീഡിയോ ആയാലും അതുപോലെ മെമ്പർഷിപ്പിലായാലും നമ്മൾ ഈ സേ എന്നുള്ള ക്ലാസ് ഒത്തിരി ബ്രീഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കശ്മീർ സെ കന്യാകുമാരി തക്ക്, കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന അർത്ഥം വരുന്നത്. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഇവിടെ മുതൽ തുടങ്ങും എന്ന് പറയാനാണെങ്കിൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയില്ലേ, അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറയുന്നത് ശുരു കർണ എന്നാണ്. ശുരു കർണ. ഓക്കെ, അപ്പോ യഹാസെ ശുരു കരു, യഹാസെ ഇവിടം മുതൽ എന്ന് പറയുന്ന കേട്ടോ. അവിടെ സേക്ക് മുതൽ എന്നുള്ള അർത്ഥം വന്നത്. യഹാസെ ശുരു കരു, ഇവിടെ നിന്നും തുടങ്ങും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അല്ലെ, ആപ് കഹാസെ ഹോ, ആപ് കഹാസെ ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾ എവിടെ നിന്നുമാണ് എന്ന് ചോദിക്കുന്നതാ. അവിടെ സേക്ക് അർത്ഥം എന്താ വന്നേ? ഇൽ നിന്നും. അവിടെ മുതൽ എന്നുള്ള അർത്ഥം വന്നില്ല, ഇൽ നിന്നും എന്നാണ് വന്നത് കേട്ടോ. ആപ് കഹാസെ ഹോ, താങ്കൾ എവിടെ നിന്നുമാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പുതിയതായിട്ട് കാണുന്നവരുടെ ഇസയെ വെച്ചിട്ടുള്ള ക്ലാസ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഒരു 10-25 സെന്റൻസ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ. കൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ പ്രാക്ടീസ് ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസ് സിൽവർ ഓപ്ഷനാണ് പെർ മന്ത് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആദ്യം മുതലുള്ള 1, 2, 3 ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ ഓട്ടോമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. കൂടാതെ തന്നെ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.